സംസ്ഥാന ആരോഗ്യ വകുപ്പ് ജില്ലകൾക്കപ്പുറം കൃത്യമായി തന്നെ ഇതിനെ നേരിടാൻ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. സാരംഗ് സുധാകരൻ കൂടി നമുക്കൊപ്പമുണ്ട്. സാരംഗ്, വയനാട്ടിലാണ് ഏറ്റവും അധികം രോഗലക്ഷണങ്ങളുമുള്ള ആളുകളുള്ളത്. പക്ഷേ അതിനപ്പുറം സംസ്ഥാനത്ത് പൊതുവിൽ ഏത് തരത്തിലുള്ള മുന്നറിയിപ്പും ജാഗ്രതയുമാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്? സജിത്ത്, ഈ ഒരു വിഷയത്തിൽ കർശനമായ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രധാനമായും മഴ ഇപ്പോൾ കനത്ത് സംസ്ഥാനത്തൊട്ടാകെ മഴ കനക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ തട്ടുകടകളിലടക്കമുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള തെരുവോര കച്ചവടം അല്ലെങ്കിൽ തട്ടുകട പോലെയുള്ള സ്ഥലങ്ങളിൽ മലയാളികൾ ധാരാളമായി ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ അടക്കം വൃത്തി കൃത്യമായി പരിപാലിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണ ശുചിത്വം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് കൂടുതൽ കർശനമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയിക്കുന്നത്. ഒപ്പം ഇപ്പോൾ ഈ ഒരു പ്രശ്നബാധിത മേഖല അല്ലെങ്കിൽ വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് മാത്രമല്ല ഇപ്പോൾ ക്ലോറിനേഷൻ മറ്റ് സ്ഥലങ്ങളിലേക്കും, അതായത് ഇപ്പോൾ ആൾക്കാർ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലടക്കം ക്ലോറിനേഷൻ കുടിവെള്ള സ്രോതസ് ക്ലോറിൻ കലക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. അതൊക്കെ സാധാരണ രീതിയിൽ ഈ ഒരു മഴക്കാലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് കൂടുതൽ ശക്തമായ രീതിയിൽ നടപ്പിലാക്കും. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഗുരുതരമായി വരിക. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഈ രോഗം എത്താതിരിക്കുക, അഥവാ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ രോഗം കൂടുതൽ ഗുരുതരമായി സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ അതിന് വേണ്ട കൃത്യമായ പ്രോട്ടോക്കോളും കാര്യങ്ങളും നിലവിൽ തന്നെ ആശുപത്രികൾക്കടക്കം നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു ഔട്ട് ബ്രേക്ക് ഇല്ലാതെ നോക്കുക, അതായത് ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു ഔട്ട് ബ്രേക്ക് വയനാട് പോലത്തെ സംസ്ഥാന ജില്ലയിലാണെങ്കിൽ പോലും മറ്റ് ജില്ലകളിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഇല്ലാതെ നോക്കുക, കുട്ടികളിലേക്ക് ഇത് പടരാതെ നോക്കാനുള്ള മറ്റ് മുൻകരുതലടക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവലോകന യോഗങ്ങൾ ഇപ്പോൾ ബത്തേരി അടക്കം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. കാരണം വളരെ വൈകി ഇതറിയുമ്പോൾ അത് ചികിത്സിക്കാനും ഒപ്പം തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതായത് ഏറ്റവും അടിത്തട്ട് മുതൽ പബ്ലിക് ഹെൽത്ത് സെന്റർ ആയിക്കോട്ടെ, മറ്റ് ഉയർന്ന മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ, അവിടെ വരെ ഈ രോഗികൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും ഒപ്പം തന്നെ തയ്യാറെടുപ്പുകളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു മഴക്കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ പോലും ഷിഗല്ലയുടെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ തട്ടുകടകളിലും മറ്റും കൃത്യമായ രീതിയിലുള്ള ഒരു ഇത്തരത്തിലുള്ള മുൻകരുതലുകളും ഒപ്പം പരിശോധനകളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന്റെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലായിക്കോട്ടെ, കോർപ്പറേഷൻ അടിസ്ഥാനത്തിലായിക്കോട്ടെ, അവരുടെ ആരോഗ്യ വിഭാഗവുമായി കൂടി ചേർന്നുകൊണ്ട് കൃത്യമായ പരിശോധനകൾ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. ഷിഗല്ലയെ എങ്ങനെ നേരിടണം, അതിൻ്റെ ജാഗ്രത പാലിക്കലാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.